ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ഊട്ടിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് മെയ് 10 ആണ് കേട്ടോ. അപ്പൊ മെയ് 10 രാവിലെ 8 മണിയാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ കൂട്ടുകാരൊക്കെ വിളിച്ചു ചോദിച്ചിരുന്നൊരു കാര്യം, എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോന്നായിരുന്നു. അപ്പൊ ഇപ്പൊ 8 മണിയാണ് രാവിലെ, മെയ് 10, 2024. 16 ഡിഗ്രിയാണ് സെൽഷ്യസ് ഇപ്പൊ കാണിക്കുന്നത്. നല്ല തണുപ്പ് അത്യാവശ്യം ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇന്നലെ രാത്രിയിൽ തണുപ്പ് പറയാൻ ഒരു 14 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. നല്ല അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു സെക്ടറൊക്കെ ഇടാവുന്ന രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു. ഒരു എന്തായാലും ഒരു ഫീല് മാറ്റം തോന്നിട്ടോ കേരളത്തിൽ ഇവിടെ വരുമ്പോൾ. ആ ചൂട് എന്നുള്ളത് ഒന്ന് മാറിയിട്ട് തണുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് എന്താ അവസ്ഥ എന്ന് അറിയില്ല. ഒരു 20-25 ഡിഗ്രി എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, അപ്പം ഞാൻ ഈ ബ്ലോഗിന്റെ അവസാനത്തിൽ ഇവിടുത്തെ മൊത്തത്തിലുള്ള അവസ്ഥ, ചൂടിന്റെ കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഊട്ടി കൊടൈക്കനാലിൽ വരുന്നവർക്ക് ഇപ്പൊ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒരു ഇ പാസ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പാസിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ബാർകോഡ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് ഇവിടെ എൻട്രൻസിൽ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് എല്ലാവരും ഫില്ല് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പൊ ഈ ഫ്ലവർ ഷോ തുടങ്ങുന്നത് മുതൽ കുറച്ച് ദിവസത്തിനാണ് ഇത് ആവശ്യമുള്ളത്. അപ്പൊ ഈ വെക്കേഷൻ ഒക്കെ ആയതിപ്പോ എല്ലാവരും ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ, ഇത് രണ്ടും ആണ് പ്രിഫർ ചെയ്തത്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തേക്കാണ് നമുക്ക് വേണ്ടത് കേട്ടോ, ഊട്ടിക്ക് കൊടൈക്കനാലിലും. നിങ്ങൾ ഈ സൈറ്റിൽ കയറുമ്പോൾ ഫസ്റ്റ് തന്നെ ചോദിക്കുക വെച്ചാൽ നീലഗിരീസ്, നെക്സ്റ്റ് ഓപ്ഷൻ കൊടൈക്കനാലിനുണ്ട്. അപ്പോൾ നീലഗിരീസ് എന്നുള്ളതാണ് നമുക്ക് ഊട്ടിക്ക് പോകുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് നെയിം വരും, വിസിറ്റ്, പർപ്പസ് ഓഫ് വിസിറ്റ് ചോദിക്കുന്നുണ്ട്, രജിസ്ട്രേഷൻ നമ്പർ, വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, നമ്പർ ഓഫ് പാസഞ്ചേഴ്സ്, മാനുഫാക്ചർ, വണ്ടിയുടെ ഇതാണ് ചോദിക്കുന്നത്, വെഹിക്കിൾ ടൈപ്പ്, ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് എൻട്രി, അതുപോലെ ഡേറ്റ് ഓഫ് എക്സിറ്റ് ചോദിക്കുന്നുണ്ട്, കൺട്രി ചോദിക്കുന്നുണ്ട്, ഡിസ്ട്രിക്റ്റ്, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വരുന്നത് ഐ നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്ന ഐ ഡോണ്ട് നോ മൈ പ്ലേസ് ഓഫ് സ്റ്റേ. അതായത് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു അതിൻ്റെ ഒരു പെർമിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അത് കയ്യിൽ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. സ്റ്റേ ചെയ്ത് ഗ്രാൻഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടലിലാണ്. ഇവിടെ ഏകദേശം ഒരു റൂം റെൻറ്റ് വരുന്ന ഒരു 3000 to 7000 ഡിപ്പെൻസ് ആണ്. പിന്നെ ഇപ്പോൾ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്നതുകൊണ്ട് എല്ലായിടത്തും റേറ്റ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് പഴയ റേറ്റായിട്ട് റൂം റെൻ്റൊക്കെ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ലൊരു സ്റ്റേ ആണ്. കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. ബാക്കിൽ ഇരിക്കാനും അത്യാവശ്യം ഒക്കെ ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം, ഒന്ന് വിളിച്ച് ചോദിച്ചോളൂ. തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകരയിൽ നിന്നാണ് ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. 233 കിലോമീറ്റർ ഏകദേശം ഊട്ടിയിലേക്കുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ റൂട്ട് വന്നിട്ട് പാലക്കാട്, കോയമ്പത്തൂർ, മേട്ടുപ്പാളയം, ഊട്ടി, ഈ ഒരു റൂട്ടിലാണ് ഞാൻ പോയത് കേട്ടോ. ഹൈ റേഞ്ചിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് പെർമിറ്റ് ഓഫീസേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും യാത്ര പോകാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മലയോര പട്ടണമാണ് തമിഴ്നാട്ടിലെ നീലഗിരിയിലുള്ള ഊട്ടി. പല ആൾക്കാരും സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയും കൂടി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഊട്ടി. അതിമനോഹരമായിട്ടുള്ള കാലാവസ്ഥയും അതേപോലെ നാച്ചുറൽ ഭംഗിയോണ്ടൊക്കെ സമ്പന്നമാണ് ഊട്ടി. അഥവാ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം വന്നിട്ട് ഉദകമണ്ഡലം എന്നാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഉദകമണ്ഡലത്തെ അവരുടെ ഉച്ചാരണത്തിൽ ഉത്തകമണ്ഡ് എന്നാണ് വിളിച്ചത്. ഇതിൻ്റെ ഒരു ചുരുക്കപ്പേരായിട്ടാണ് പിന്നീട് ഊട്ടി എന്ന് വന്നത്. ആദ്യത്തെ ദിവസം ഞാനപ്പോൾ റൂമൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം ഞാൻ രാവിലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. അന്നത്തെ ദിവസമാണ്, അതായത് മെയ് 10, 2024 അവിടെ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്ന് അവിടെ തന്നെയാണ് രാവിലെ പോയത്. ബൊട്ടാണിക് ഗാർഡനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 150 രൂപ അഡൽസിന്, അതേപോലെ കിഡ്സിന് വന്നിട്ട് 75 രൂപ. അതായത് 5 വയസ്സ് വരെയ്ക്ക് ഫ്രീ ആണ്, 5 to 10 വയസ്സ് വരെയാണ് 75 രൂപ. പിന്നെ ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് 10 മെയ്യിലാണ് ഇവിടുത്തെ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലവർ ഷോൻ്റെ റേറ്റാണിത്. ഫ്ലവർ ഷോയ്ക്ക് മുന്നേ കുട്ടികൾക്ക് 50, വലിയവർക്ക് 100 ആയിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ 10 ദിവസമാണ് കേട്ടോ. 126ാമത്തെ ഊട്ടി ഫ്ലവർ ഷോ ആണ് ഇപ്പം നടക്കുന്നത് കേട്ടോ. ഈ ഫ്ലവർ ഷോ ടൈമിൽ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക നാച്ചുറൽ ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
ഫ്ലവർ ഷോയുടെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മീഡിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡന്റെ പാർക്കിങ്ങിലാണ് ഉള്ളത് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിലെ പാർക്കിങ്ങിന് വരുന്നത് 70 രൂപയാണ് കേട്ടോ. അപ്പൊ നമ്മൾ റോസ് ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ താഴെ വന്നു കഴിഞ്ഞാൽ റോസ് ഗാർഡനിലെത്താം. അപ്പൊ റോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറെ ജീവികളുടെ ഒക്കെ ഒരു ഷേപ്പാണ്. ഇങ്ങനെ ഉണ്ടാവും അങ്ങനെയുള്ള റോസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എൻട്രൻസ് ചാർജ് വന്നിട്ട് 100 രൂപ അഡൽസിന്, കിഡ്സിന് വന്നിട്ട് 50 രൂപ, പാർക്കിംഗ് ചാർജ് 50. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഉടനെ പ്രിൻ്റ് ചെയ്ത് തരുന്ന ഇത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കാണാം. 200 രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ ഒരു ഫോട്ടോയ്ക്ക്. ക്ലൈമറ്റിൻ്റെ കാര്യം കൂടി ഒന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു 11 കാലമായിട്ടുണ്ട്. 18 ഡിഗ്രി ടു 19 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു ചെറിയ ചൂടുണ്ട്, ഭയങ്കര വേർക്കുന്ന രീതിയിൽ ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ചൂടുണ്ട്. റോസ് ഗാർഡനിൽ നിന്ന് ഒരു 3 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിലാണ് നമ്മൾക്കുള്ളത്. ബോട്ട് ഹൗസിലാണ് ഉള്ളത്. ബോട്ട് ഹൗസിൽ എൻട്രൻസ് ഫീസ് വന്നിട്ട് 20 രൂപയാണ്. അതുപോലെ കാറിന്റെ പാർക്കിംഗ് വന്നിട്ട് എത്ര കൊടുത്ത് നമ്മൾ 80 രൂപ അല്ലെ, 80 രൂപ കാറിന്റെ പാർക്കിംഗ്. അതുപോലെ ബോട്ടിൽ കയറാനായിട്ട് ഡിഫറെന്റ് ചാർജസ് ആണ്. പെഡൽ ബോട്ട് വന്നിട്ട് ഹാഫ് ആൻ അവറിന് 2 പേരുടെ 350, 4 പേരുടെ വന്നിട്ട് 450. അപ്പം അതിന് ഞാനത് ഫോട്ടോ ഒന്ന് കൊടുത്തേക്കാം. ബോട്ട് ഹൗസിന്റെ അടുത്ത് തന്നെ മിനി ട്രെയിൻ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ട്രെയിൻ 10 ബോഗി വരുന്ന ട്രെയിന് 60 രൂപയാണ് അഡൾട്ട്സിന്. കിഡ്സിന് വന്നിട്ട് 40 രൂപ. ഐസ്ക്രീമിന് 40 രൂപ. ഇത് ഫ്രീ അല്ല. അപ്പൊ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട്. 10 മിനിറ്റിൽ പോട്ടെ. എവരി 10 മിനിറ്റ്സിലാണ് പോകുന്നത്. 60 രൂപ വലിയവർക്ക്, 40 രൂപ ചെറിയ കുട്ടികൾക്ക്. ഓക്കെ, 1 കിലോമീറ്റർ പോയിട്ട് റിട്ടേൺ ഇവിടെ തന്നെ കൊണ്ടുവരും. Come on. ഹോഴ്സ് റൈഡിന് 250 റുപ്പീസ് ഒരു റൗണ്ടിന് ഒരാൾക്ക് കിട്ടാം. അതിൻ്റെ മേലെ 2 ആൾ 500 രൂപ മേടിക്കുന്ന പറയുന്നത്. നമുക്ക് ബാർഗൈൻ ചെയ്ത് കുറയ്ക്കാവുന്നതാണ്. ബോട്ട് ഹൗസിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു മലയാളി റെസ്റ്റോറൻറ്റ്, തലശ്ശേരി റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെയാണ് ഭക്ഷണം കഴിച്ചത്. ബിരിയാണി ആയിരുന്നു. ബിരിയാണി അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ, തിരക്കേടില്ലാത്ത ഫുഡായിരുന്നു. കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഹോട്ടലിൻ്റെ. അവിടെ നിന്ന് 2 കിലോമീറ്റർ ഏകദേശം 10 മിനിറ്റ് ഡിസ്റ്റൻസിൽ കർണാടക ഗാർഡൻ, ഫുള്ളായിട്ട് കർണാടക സിവി ഗാർഡൻ വേദി കാണിക്കാം. അതിന്റെ ഉള്ളിലാണിത്. ഇതിന്റെ എൻട്രൻസ് ഫീസ് വന്നിട്ട് 50 രൂപ അഡൽട്സിന്, അതേപോലെ 25 രൂപ ചിൽഡ്രൻ, പ്ലസ് 50 ഫോർ പാർക്കിംഗ്.
ഈ ഗാർഡൻ വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബൈ കർണാടക ഗവൺമെൻറ്റാണ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. എനിക്ക് ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്നുള്ള ഇതിൽ നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ നമുക്കിത് ഒരു ഫ്ലവേഴ്സൊക്കെ നല്ല ബ്ലൂമായിട്ട് നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് സമയത്താണ്. അവിടെ അതിൻ്റെ അകത്ത് പോയി കാണാനുള്ളതൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, നല്ല അട്രാക്ഷനാണ്. അതുപോലെ ടീയുടെ പ്ലാന്റേഷൻ ഉണ്ട്, അതുപോലെ ഒരു ഫിഷിൻ്റെ പോണ്ട് ഉണ്ട്. നല്ലൊരു അടിപൊളി സ്ഥലം. ചോക്ലേറ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഊട്ടിയിൽ പല സ്ഥലത്തും കാണാവുന്നതാണ് കേട്ടോ. 100 രൂപ, 125, 130 രൂപയൊക്കെയാണ് 100 ഗ്രാംസിന് ഇവിടെ വിൽക്കുന്നത് ചോക്ലേറ്റ്സിന്. ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് പോയത് ബെഞ്ച് മാർക്ക് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയാണ് കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറിയുടെ അകത്തോട്ട് കയറാനായിട്ട് എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒരു ഡെമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം മേലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ടീ ഫാക്ടറിയാണ്. അതിന് 10 രൂപയാണ്. ചിൽഡ്രന് വേണ്ട, അഡൾട്ട്സിന് മാത്രം 10 രൂപയാണ് അവിടെ എൻട്രൻസ് ഫീസ് ആയിട്ടുള്ളത്. ടീ ഫാക്ടറിയുടെ അകത്ത് എന്താണ് പ്രോസസ്സിങ് നടക്കുന്നതെന്നുള്ളത് മേലെ ഡിസ്പ്ലേയിൽ എഴുതി വെച്ചിട്ടുണ്ട്. താഴെ നമുക്കത് ലൈവ് കാണാവുന്നതാണ് കേട്ടോ. മേലെ പോയാൽ ഒരു കോംപ്ലിമെൻ്ററി ടീം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അതിനുശേഷം അവരുടെ പർച്ചേസ് ഇതിലേക്കാണ് നമ്മൾ കടന്നു വരിക. അങ്ങനെയാണ് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അത് വേണമെങ്കിൽ നമുക്ക് മേടിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മേലെ പാർക്കിങ്ങിലോട്ട് പോയി അവിടെ നിന്ന് വണ്ടി എടുക്കാവുന്നതാണ്. ഫാക്ടറിയുടെ മേലത്തെ സൈഡിലാണ് പാർക്കിംഗ് ഉള്ളത് കേട്ടോ. പാർക്കിംഗ് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ നിന്ന സമയത്ത് ഒരു വെതർ കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഉച്ച സമയത്ത് ഏകദേശം ഒരു 20 ഡിഗ്രി സെൽഷ്യസും, അതേപോലെ വൈകിട്ട് സമയത്ത്, അതായത് ഒരു ഈവനിങ് ഒരു 4 മണിക്ക് ശേഷം 5 മണിക്ക് ശേഷമൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 15 ഡിഗ്രി സെൽഷ്യസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. തണുപ്പ് എന്ന രീതിയിൽ തന്നെ പറയാം, ഉച്ചയ്ക്കുള്ള ചെറിയ ചൂടൊഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ്, ഞാനിന്നിപ്പോൾ ഇവിടെ നിന്ന് പോവാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു എത്ര മണി, 7 മണിക്ക് നല്ല കൂളാണ്. പുറകിൽ കാണാം കോടയൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളി ക്ലൈമറ്റ് ആണ്. അപ്പൊ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഈ വെക്കേഷൻ വരുന്നുണ്ടെങ്കിൽ 10-ാം തീയതി മുതൽ, അതായത് മെയ് 10 മുതൽ മെയ് 20 വരെയാണ് ഫ്ലവർ ഷോ ഉള്ളത്. അപ്പം അത് ആ ഒരു സമയത്ത് വരാനാണ് നല്ലത് കേട്ടോ. കുറച്ച് ഒരു രസമുണ്ട്, മൊത്തത്തിലൊരു പോക്കളും സംഭവങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നാണ്. ഞാൻ പോയ സ്ഥലങ്ങളല്ലാണ്ട് കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അതും വേണമെങ്കിൽ പോവാം. ഞാനത് റിപ്പീറ്റഡ്ലി പല പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് ഒഴിവാക്കിയാണ്. പൈൻ ഫോറസ്റ്റ്, അതേപോലെ എന്താ പറയുക, ഷൂട്ടിംഗ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ടെസ്റ്റ് കൊടുത്തേക്കാം. അപ്പൊ മെയിനായിട്ട് സ്ഥലങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു വെതർ ഒന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു ടെസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവരും പെട്ടിങ് ഇടയ്ക്കൊക്കെ ആയിട്ട് പോകുന്നോളി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.